കൃഷ്ണേട്ടാ, ഇത് കണ്ടോ ഒരു കമന്റ്? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ടാർഗറ്റ് തികയ്ക്കാനായിട്ട് ഹോസ്പിറ്റലും ഡോക്ടർമാരും കൂടിയിട്ട് ആവശ്യമില്ലാത്ത ടെസ്റ്റ് ചെയ്തിട്ട് രോഗികളെ ചൂഷണം ചെയ്യില്ലേന്ന്. എനിക്കും ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. പേഷ്യൻസ് പലർക്കും ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ആവശ്യമില്ലാത്ത ഓപ്പറേഷൻ ഒക്കെ ഇൻഷുറൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യില്ലേന്ന്. അപ്പൊ ഇതിൽ ശരിക്കും എന്താ സംഭവിക്കണേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതിന്റെ ബില്ല് ലാസ്റ്റ് അടയ്ക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പൊ അതിലുള്ള പാനലുള്ള ഡോക്ടർമാരൊന്നും ചില്ലറക്കാരൊന്നും അല്ല. അവര് ശരിക്കും ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആണോ കൊടുത്തുന്നതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് ആണോ കൊടുത്തിരിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല, അപ്രൂവ് ആവില്ല. അതൊരു കാര്യം. ഡോക്ടറുടെ ലൈസൻസ് തന്നെ പോകും ചിലപ്പോ. ആ ഹോസ്പിറ്റലിനെയും ചിലപ്പോ ആ എംപാനൽ ലിസ്റ്റിന് എടുത്ത് മാറ്റും. അവർക്കൊക്കെ പണി കിട്ടും. അതുകൊണ്ട് ആക്ച്വലി ഇത് രോഗിക്ക് ഒരു സേഫ്റ്റിയാണ്. ഒരു ഡബിൾ ക്രോസ് ചെക്കിംഗ് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ സാധാരണക്കാര് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം നല്ലതെന്നല്ലേ പറയണത്? സാധാരണക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും അറിയില്ല. അവരുടെ വിചാരം ആശുപത്രിയുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ വെറുതെ പറയണതാണ്.